ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു വാൾ ഡെക്കോർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു നെറ്റിപ്പട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്ത മെറ്റീരിയൽസ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ആദ്യം ഒരു റൗണ്ട് ഷേപ്പുള്ള കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എടുത്തിരിക്കുന്നത് ഒരു കൃഷ്ണൻ്റെ ഇമേജാണ്. ഇത് ഞാൻ തന്നെ വരച്ചതാണ്. റൗണ്ട് ഷേപ്പ് കാർഡ്ബോർഡിൽ വെൽവെറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അതായത് നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്ത അതേ വെൽവെറ്റ് ഷീറ്റ്. ഇപ്പം എനിക്കത് ഇത്തിരിയേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഈ റൗണ്ട് തികയില്ല. അതുകൊണ്ട് ഞാൻ റെഡ് കളറിലൊരു ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഈ കൃഷ്ണൻ്റെ ഫോട്ടോ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഒരു റൗണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് 1 ഇഞ്ചോ കുറച്ച് ആ ഒരു പുറത്തൊരു ലെയറും കൂടി വരാണ്ട് അത് ഒട്ടിക്കാനായിട്ടുള്ള കുറച്ച് സ്പേസ് വിട്ട് ബാക്കി എല്ലാ സ്പേസിലും ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതും ആരും കാണാൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ കൂടി കാണണം. അപ്പോൾ എല്ലാവരും അതും കാണാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് വെച്ചത്. ആദ്യം ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല, വന്നപ്പോൾ ഇങ്ങനെയായി. ഇനി ഏറ്റവും പുറത്തത്തെ ഭാഗത്താണ് നമുക്ക് വുള്ളൻ ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു വർക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. അത് നെറ്റിപ്പട്ടത്തിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആ തിക്കായിട്ടുള്ളൊരു ത്രെഡ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ടൈപ്പ് ത്രെഡ് യൂസ് ചെയ്യാം. വുള്ളൻ ത്രെഡ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വുള്ളൻ ത്രെഡ് നെറ്റിപ്പട്ടത്തിന് കെട്ടിയ പോലെ തന്നെ കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഈ വുള്ളൻ ത്രെഡുകൾ ഉള്ള കളേഴ്സ്, എല്ലാ കളേഴ്സും എൻ്റെ കയ്യിൽ ഫുള്ളായിട്ടില്ല. കുറേയൊക്കെ നെറ്റിപ്പട്ട ഉണ്ടാക്കിയപ്പോൾ തന്നെ തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇത്രയും കളേഴ്സാണ്. അത് വെച്ചിട്ട് ഈ ഒരു ത്രെഡ് ചെയിൻ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. മുകളിലൊരു ഹോൾ ഇട്ടതിന് ശേഷം അവിടെ ഒരു ലൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഒരു ഹാങ്ങിങ് കൂടി ചെയ്യുന്നുണ്ട്. താഴെ കുഞ്ചലത്തിന് നെറ്റിപ്പട്ടത്തിന് കുഞ്ചലം കെട്ടിയ പോലെ തന്നെ കെട്ടിയെടുത്തതിന് ശേഷം ഇത് വേറൊരു ഷേപ്പിലാണ് ഞാൻ ടൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതും താഴെയായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ടച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വാൾ ഡെക്കോർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കൂടി ഇതേ വുള്ളൻ ത്രെഡൊക്കെ എല്ലായിടത്തും കിട്ടുന്നതല്ലേ. ഇനി ഗോൾഡൻ ബീഡ്സിന് പകരമായിട്ട് ഏത് ബീഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക. സാധാരണ ഗോൾഡൻ ബീഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ബീഡ്സോ അങ്ങനത്തെ ബീഡ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്